നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. പൈൽസ് രോഗം നമുക്ക് എങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പൈൽസ് രോഗം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പലർക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വേറെ എവിടേക്കെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടൂറൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു വേദനയും ബുദ്ധിമുട്ടൊക്കെ കാരണം നമുക്ക് പല സ്ഥലങ്ങളിലോട്ടും പോകാനും മടിയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ടോയ്ലറ്റിലൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൈൽസ് രോഗം എന്ന് പറയുന്നത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ആ ഒരു ലൈഫ് ടൈമിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം പൈൽസ് രോഗം ശരിക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അത് വല്ലാതെ ഗ്രോത്തും അത് ഇൻറ്റേർണലി ഒക്കെയാണ് അസഹനീയമായിട്ടുള്ള ബുദ്ധിമുട്ട്, നല്ല ബ്ലീഡിംഗ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കേണ്ടി വരും. അതല്ലാത്ത പക്ഷം നമുക്കത് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില ഭക്ഷണങ്ങളും ചില ഡ്രിങ്കുകളും അതുപോലെ തന്നെ ചില എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പൈൽസ് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പൈൽസ് എന്ന് പറയുന്നത് ഒന്നുമല്ല, രണ്ട് രീതിയിൽ കണ്ടുവരാം. ഇത് ഉള്ളിലായിട്ട് നമ്മുടെ മലാശയത്തിൻ്റെ ഉള്ളിലായിട്ടും മലാശയത്തിൻ്റെ പുറത്തായിട്ടും നമുക്കിത് കണ്ടുവരാം, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും. അതിൽ ഇൻറ്റേർണലായിട്ട് പൈൽസ് വരുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ള പെയിൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പെയിൻ ഉണ്ടാവില്ല, വേദന. അതിനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺസ് ഉള്ളിൽ രക്തക്കുഴലുകളില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വേദന കുറവായിരിക്കും. എന്നാൽ പുറത്താണ് ഈ പൈൽസ് ഉള്ളതെങ്കിൽ നമുക്ക് ശക്തമായിട്ടുള്ള വേദനയായിരിക്കും. നമുക്ക് ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് ഇരിക്കാൻ ആലോചിക്കുമ്പോഴേ പേടി തുടങ്ങാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ബ്ലീഡിങ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങളത് പൈൽസ് അല്ല മറ്റെന്തെങ്കിലും അസുഖങ്ങളാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് സ്വയം ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും എടുക്കാതെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം വേദനയൊന്നുമില്ല, പക്ഷേ ബ്ലീഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം. ചില ആളുകളിൽ ബ്ലീഡിംഗ് എന്ന് പറയുമ്പം അസഹനീയമായിട്ട് നല്ല രീതിയിൽ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും, അവർക്ക് ക്ഷീണമായിരിക്കും. നമുക്കറിയാം, രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അനീമിക് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ അനീമിയ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്കറിയാം, ഉണക്കമുന്തിരി കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തം കൂട്ടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പൈൽസ് രോഗികൾക്കും ഒരുപാട് നല്ലതാണ് ഈ ഒരു ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ കഴിക്കുന്നത്. അവർക്ക് നല്ലൊരു മോഷനും, അല്ലെങ്കിൽ നിങ്ങളത് രാത്രി കഴിക്കുകയാണെങ്കിലും മതി, നിങ്ങൾ രാത്രി കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് രാവിലെ നല്ലൊരു മോഷൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു രക്തസ്രാവം കാരണം വരുന്ന അനീമിയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഉണക്കമുന്തിരി മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്കല്ലാതെ നമുക്ക് കറുത്ത മുന്തിരി ഉണ്ടല്ലോ, പച്ചമുന്തിരി, അത് കിട്ടുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ റാഗി നല്ലതാണ്, കാരണം റാഗി കുറച്ചും കൂടി ഒരു മോഷൻ ഓക്കെ ആക്കുന്ന ഒന്നാണ്. പക്ഷേ IBS ഉള്ള ചില വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ റാഗി ചിലപ്പം അവർക്ക് ആ ഒരു ഗട്ടിൽ അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അവർക്ക് ലൂസ് മോഷനായിട്ട് ഭയങ്കര മോഷനായിട്ട് പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട. നിങ്ങളിപ്പോൾ റാഗി ഇപ്പോൾ വീട്ടിൽ മറ്റെന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ കുറച്ച് പൊടി ആഡ് ചെയ്താൽ മതി. ഈ റാഗി പൗഡർ ഉണ്ടാക്കി വെച്ചിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഒരുപാട് എമൗണ്ട് കിട്ടുന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് അത് കിട്ടുന്നുമില്ല. മറ്റുള്ള അരിയുടെയും ഒക്കെ കൂടെയാണല്ലോ അത് മിക്സ് ആയിട്ട് വയറ്റിലെത്തുന്നത്. അപ്പം അതിൻ്റെ ആ ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമ്മുടെ ശരീരത്തിലിട്ടുകയും അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ റാഗി കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പം പൈൽസ് പേഷ്യൻറ്റിനാണെങ്കിലും നമുക്കത് പാലിൽ കുറുക്കിയെടുക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും അവർക്ക് വരാൻ പോകുന്നില്ല. കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിലും മോഷൻ ഈസി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അത് നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പൈൽസ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയ ആ ഒരു ആദ്യത്തെ 3 മാസത്തിനുള്ളിലൊക്കെ സ്ത്രീകൾ പറയുന്നൊരു കംപ്ലയിൻ്റാണ് പൈൽസിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അവരുടെ ഈ ബ്ലഡ് വെസലിലൊക്കെ വരുന്ന പ്രഷറും കാര്യങ്ങളും ഹോർമോൺ വ്യതിയാനങ്ങളും കൂടിയാണ് ഈ ഒരു പൈൽസിനുള്ള റീസൺസ്. അപ്പോൾ അവർ മാക്സിമം എന്ത് ചെയ്യണം? ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. കാരണം നമുക്ക് വോമിറ്റിങ്ങും കൂടി കൂടുതൽ ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഫസ്റ്റ് 3 മന്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇലക്കറികളും അതുപോലെ തന്നെ കൂടുതൽ നാരുകളുള്ള ഫുഡുകൾ കൂടി കഴിക്കുക. ഫൈബർ കൂടുതലുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ ചിക്കൻ ഒക്കെ ഒക്കേഷണലി ആക്കുക. ചിക്കനൊക്കെ കഴിച്ചിരിക്കണം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, പക്ഷേ അതിലെ മസാലയൊന്നും അത്ര നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ നിങ്ങൾ മസാല
മസാലയൊക്കെ കുറച്ചിട്ട്, അല്ലെങ്കിൽ ചില ആളുകൾ ഈ മസാലയും നമുക്ക് റൈസും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാവുന്ന സമയത്ത് ചിക്കനിൽ കൂടുതലായിട്ട് മസാലയൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് മസാല മാത്രം അപ്ലൈ ചെയ്തിട്ട് ചിക്കനൊക്കെ ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക. ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന 9 മാസവും വീട്ടിൽ കുക്ക് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക എന്നല്ലാതെ ഗ്രിൽഡ് ഐറ്റംസ് കഴിക്കുന്ന ശീലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഒഴിവാക്കുക. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ വരുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് കഴിക്കാറുണ്ട്. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് മലത്തിലാണെങ്കിലും ഒരു നിറവ്യത്യാസവും കാണാം, സെയിം നമുക്ക് പെയിനും ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാൻ ചെറുതായിട്ടൊരു കാരണക്കാരനാണ് ഈ ഫോളിക് ആസിഡ്. അപ്പോൾ നമുക്കത് എന്താണെങ്കിലും അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അത് നിങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ അമിതവണ്ണമുള്ള വ്യക്തികളിലും പൈൽസിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ഡ്രൈവേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു കൂടുതലായിട്ട് ഹീറ്റ് അവരുടെ ആ ഒരു ഏനൽ റീജിയനിലൊക്കെ കൂടുതലായിട്ട് വരുന്നത് കൊണ്ടൊക്കെ തന്നെ അവരിലും ഈ ഒരു പൈൽസ് അസുഖം നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പം അവരൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം പൈൽസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അസുഖമാണ്. അതിന് വലിയ തടുപ്പോ കാര്യങ്ങളോ ഗ്രോത്തോ ഉണ്ടെങ്കിൽ മാത്രമാണ് കുറച്ചും കൂടി ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ടത്. അപ്പോൾ പൈൽസ് ഞാൻ പറഞ്ഞ തടിപ്പ് ഉണ്ടായിരിക്കും, കൂടുതലും തടിപ്പ് ഇങ്ങനെ വന്ന് കിടക്കും അവിടെ. അപ്പം തടിപ്പൊന്നും നമുക്കൊരു ഇൻറ്റേർണലി നമ്മൾ ഉള്ളിലോട്ട് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാലും ഇപ്പം ഇൻറ്റേർണൽ പൈൽസൊക്കെ ആണെങ്കിൽ അതിന് മാറ്റങ്ങളൊക്കെ വരും. പക്ഷേ എക്സ്റ്റേർണലി ചില ആളുകൾക്ക് ചെറിയ തടിപ്പ് പോലെയൊക്കെ സ്കിൻ ടാഗ് പോലെയൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പം അതിൽ നമുക്ക് ഇൻറ്റേർണലി മെഡിസിൻസ് എടുത്താലൊന്നും വലിയ മാറ്റങ്ങളിൽ വരില്ല. ക്ഷാരസൂത്രം പോലുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് അതിൽ വലിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് നാച്ചുറലി ആയിട്ട് എങ്ങനെ പൈൽസ് മാറ്റിയെടുക്കാം. പൈൽസ് ആണെങ്കിലും ഫിഷറാണെങ്കിലും, ഫിഷർ എന്ന് പറയുന്നത് ചെറിയൊരു ക്രാക്ക് ഫോർമേഷനാണ് നമ്മുടെ ഈ മലദ്വാരത്തിന് ചുറ്റും. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് സ്വിറ്റ്സ് ബാത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് ഒരു ബേസിൽ വെള്ളം എടുത്തിട്ട് ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ചൂടിലുള്ള വെള്ളത്തിൽ നിങ്ങൾ കുറച്ച് ഉപ്പിട്ടിട്ട്, അത് ഇന്ദുപ്പാണെങ്കിൽ വലിയ പ്രശ്നമില്ല, ഉപ്പിട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആനൽ ആ ഒരു മലദ്വാരം ആ ഒരു ഭാഗത്തോട്ട് ഫേസ് ചെയ്തിട്ട് ഇരിക്കുക. കുറച്ചധികം സമയം 10 മിനിറ്റ് ആ ചൂട് വെള്ളത്തിൻ്റെ ചൂട് വിടുന്നത് വരെ നിങ്ങൾ അതിനകത്ത് ഇരിക്കുക. അപ്പം ഇതാണെങ്കിലും ഈ തടിപ്പും ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ചില ആളുകളുടെ മെയിൻ കൺസേൺ വേദനയാണ്, ചൊറിച്ചിലാണ്. ചൊറിച്ചിൽ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില ആൾക്ക് പുകച്ചിൽ വരാറുണ്ട്. പുകച്ചിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഒരു കോട്ടണിൽ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അലോവേരയുടെ ആ വൈറ്റ് പോർഷൻ ജെൽ പാട്ട് നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചൊറിച്ചിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെഡിക്കേഷൻസ് എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടേഷനൊക്കെ എടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഭക്ഷണത്തിനകത്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മോഷൻ ഒരു ലൂസായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു ലൂസ് മോഷൻ അല്ല, ചെറുതായിട്ടൊന്ന് ലൂസായിട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് തവിടുള്ള അരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം തവിടുള്ള അരി നിങ്ങൾ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വൈറ്റ് റൈസിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് പോളിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തവിട് ഒട്ടും തന്നെ കിട്ടാറില്ല. അതുകൊണ്ട് തവിടുള്ള അരി നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പച്ച നിറത്തിലുള്ള ഇലക്കറികളും പച്ചക്കറികളും. ഇലക്കറികൾ ഇപ്പം ചുവന്ന ചീരയാണെങ്കിലും നമുക്ക് കഴിക്കാം. ചീര കഴിക്കുന്നതും തഴുതാമയുടെ ഇല തോരൻ വെച്ച് കഴിക്കുന്നതും, തകര എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, ആ ചെടിയുടെ ഇല തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ നമ്മുടെ മോഷൻ ഈസിയാക്കും. അതിപ്പം ചേമ്പിൻ്റെ താളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കാറുണ്ട്. അതൊക്കെ ഒരുപാട് നല്ലതാണ്. ഈ ചേമ്പും ചേനയും ഒക്കെ പൈൽസ് രോഗികൾക്കും ഫിഷറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ചേന നമുക്ക് തോരൻ വെച്ച് കഴിക്കുക. ഒരുപാട് ഓയിലൊന്നും ആഡ് ചെയ്യാതെ നിങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കോക്കനട്ട് നമുക്ക് ഇത് വെന്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ടിത് തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ബീൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ ഒഴിവാക്കേണ്ടത് കുറച്ച് സ്പൈസസുകൾ തന്നെയാണ്. ഈ മുളക് കൂടുതൽ എടുക്കുന്നത്, മല്ലി കൂടുതൽ കഴിക്കുന്നത്, ചോക്ലേറ്റ്സ്, മൈദ, ഇതൊക്കെ നമ്മുടെ മോഷൻ ടൈറ്റ് ആക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ഒഴിവാക്കി വയ്ക്കുക. മത്സ്യം കഴിക്കുക. മത്സ്യം കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. മത്സ്യം ഈ മുളകും ഒക്കെ ഓവറായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് മത്സ്യം നിങ്ങൾക്ക് വേവിച്ച് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ടൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിൽ ഒക്കേഷണലി മാത്രം എടുക്കുക. ചിക്കൻ നല്ല ബുദ്ധിമുട്ടുള്ള സമയത്ത് ചിക്കൻ ഒഴിവാക്കുക തന്നെ ചെയ്യുക. ചിക്കൻ കഴിക്കുന്ന സമയത്ത് കൂടുതൽ സാലഡ്സ്, ഈ ഗ്രീൻ സാലഡ്സ്, ഫ്രൂട്ടെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള സാലഡ്സൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നന്നായിട്ട് വെള്ളം കുടിക്കാം. ഒരു 8 മുതൽ 10 ഗ്ലാസ് വെള്ളം
ഒരു ദിവസം നിങ്ങൾ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പാലിൽ നെയ്യ് മിക്സ് ചെയ്ത് കഴിക്കുന്നത് മോഷൻ കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ആയുർവേദത്തിലാണെങ്കിൽ നമുക്ക് ത്രിഫല ചൂർണ്ണമൊക്കെ, അവിഭക്തികര ചൂർണ്ണമൊക്കെ ഈ ഒരു മോഷൻ ക്ലിയർ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ടുള്ള പൈൽസിൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങൾക്കത് പൈൽസ് ആണോ എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല, പുറത്ത് പറയാൻ മടി കാരണം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളത് ഒരുപാട് കാലമൊന്നും നീട്ടിക്കൊണ്ടു പോകരുത്. അപ്പം ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ തുടങ്ങുക. ഭക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുക, എക്സസൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നം വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം കുറേ കാലമായിട്ട് കഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെയാണ്, നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണാൻ മടിയൊക്കെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും സേവനങ്ങളുണ്ട്. അപ്പം ഓഫ്ലൈനായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.